എറണാകുളം ജില്ലയിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. രാവിലെ ഏകദേശം 10 മണിയോടുകൂടി കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സംഘം ആളുകൾ കൂനന്തൈ ഭാഗത്തുള്ള ഒരു ഫ്ളാറ്റിൽ നിന്നും അസാധാരണമായ ഗന്ധം വമിക്കുന്നു എന്നുള്ള ഒരു പരാതിയുമായി എത്തിയ ആളുകളോടൊപ്പം തന്നെ SI ഉൾപ്പെടുന്ന സംഘം ഫ്ളാറ്റിന് സമീപത്തേക്ക് എത്തി. ജെയ്സി എബ്രഹാം എന്ന സ്ത്രീ താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്നുമാണ് ദുർഗന്ധം വമിക്കുന്നത്. ആ സ്ത്രീയെ എത്ര വിളിച്ചു നോക്കിയിട്ടും വാതിൽ തുറക്കുന്നുണ്ടായിരുന്നില്ല. വാതിൽ അകത്തുനിന്നോ പുറത്തുനിന്നോ പൂട്ടിയിരിക്കുകയാണെന്ന് പോലീസിന് വ്യക്തമായി. അകത്താളുണ്ടെങ്കിൽ സ്വാഭാവികമായും വാതിലിൽ തട്ടുമ്പോൾ തുറക്കേണ്ടതാണ്. സംശയം തോന്നിയ പോലീസ് സംഘം സെക്യൂരിറ്റിയോട് ആ ഫ്ളാറ്റിലെ CCTV വിഷ്വൽസ് ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടു. CCTV വിഷ്വൽസ് പരിശോധിച്ചപ്പോൾ അന്നേ ദിവസവും തൊട്ട് തലേ ദിവസവും ജെയ്സി ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതോ അകത്തേക്ക് വരുന്നതോ ആയ ഒരു ദൃശ്യങ്ങളും കാണാനില്ല. എന്നാൽ 2 ദിവസം മുൻപ് ജെയ്സി ഫ്ളാറ്റിലേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു. പിന്നീട് ജെയ്സി പുറത്തേക്ക് പോകുന്ന വിഷ്വൽസ് ഒന്നും കാണാത്ത സാഹചര്യത്തിൽ പോലീസ് സംഘം ഉടൻ തന്നെ ആ ഫ്ളാറ്റിന്റെ മുൻപിലേക്ക് എത്തി. സംശയം തോന്നിയ പോലീസ് സംഘം ബലം പ്രയോഗിച്ച് തന്നെ വാതിൽ തുറന്നു. വാതിൽ തുറന്ന നിമിഷത്തിൽ തന്നെ അതിരൂക്ഷമായ ഒരു ഗന്ധമാണ് അവിടെയൊക്കെ വമിച്ചത്. അകത്തെന്തോ അസ്വാഭാവികമായ കാര്യം സംഭവിച്ചു കഴിഞ്ഞു എന്ന് അവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും മനസ്സിലായി. ഫ്ളാറ്റിനുള്ളിലേക്ക് കടന്ന പോലീസ് സംഘം സ്വീകരണ മുറിയിലെത്തിയെങ്കിലും പ്രത്യേകിച്ചൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. രൂക്ഷഗന്ധം വമിക്കുന്നത് ബെഡ്റൂമിൽ നിന്നാണെന്ന് പോലീസിന് മനസ്സിലായി. ബെഡ്റൂമിലെത്തിയ പോലീസ് സംഘത്തിന് കട്ടിലിൽ രക്തം പറ്റിപ്പിടിച്ചിരിക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു. ഈ സമയത്തായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ ഉറക്കെ നിലവിളിച്ചത്. ആ ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂമിൽ അവരെ കാത്ത് ഒരു ഭീകര കാഴ്ച ഇരിപ്പുണ്ടായിരുന്നു. തല മുതൽ കാൽ വരെ രക്തത്തിൽ കുളിച്ച് ഒരു സ്ത്രീ ബാത്റൂമിൽ ഇരിക്കുന്നു. അത് ജെയ്സി എബ്രഹാം തന്നെയാണെന്ന് നാട്ടുകാരിൽ ചിലർ വ്യക്തമാക്കി. അതിക്രൂരമായി ജെയ്സി കൊല്ലപ്പെട്ടിരിക്കുകയാണെന്ന് പോലീസിനും വ്യക്തമായി. കുളിമുറിയിൽ തലയിടിച്ച് വീണാണ് ആ സ്ത്രീ മരിച്ചതെന്ന് പറയാൻ കഴിയുകയില്ല. കാരണം അവരുടെ ബെഡ്റൂമിൽ ഉണ്ടായിരുന്ന കട്ടിലിലും രക്തം പറ്റിപ്പിടിച്ചിട്ടുണ്ട്. SI സംഘവും വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരും ഫോറൻസിക് സംഘവും ഒക്കെ സംഭവസ്ഥലത്തേക്ക് എത്തി. ആ ഫ്ളാറ്റിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന ജെയ്സി എബ്രഹാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട സ്ത്രീയാണ്. ഫോറൻസിക് സംഘം പരിശോധന ആരംഭിച്ച് 1 മണിക്കൂറിനകം തന്നെ അവരുടെ നിഗമനങ്ങൾ പോലീസുകാരെ അറിയിച്ചു. ആ സ്ത്രീ കുളിമുറിയിൽ തെന്നി വീണ് തലയിടിച്ച് മരിച്ചതല്ല. അവരുടെ തലയിൽ മൂർച്ചയില്ലാത്ത ഏതോ ആയുധം ഉപയോഗിച്ച് ഏതോ വ്യക്തികൾ ഇടിച്ചിടിച്ച് അവരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ആ ആയുധം ഉപയോഗിച്ച് ആ സ്ത്രീയുടെ തലയും കഴുത്തുമൊക്കെ അടിച്ച് ചിതറിച്ചിരിക്കുകയാണ്. ആ സ്ത്രീയുടെ മരണം സംഭവിക്കുന്നതുവരെ അവരുടെ തലയിൽ ഇടിച്ചിട്ടുണ്ട്. അത് മാത്രവുമല്ല, ബെഡിൽ വെച്ചാണ് അവരുടെ തലയ്ക്ക് അടിയേറ്റിരിക്കുന്നത്. അവിടെ നിന്നും അവരുടെ മൃതദേഹം വലിച്ചിഴച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. ഫോറൻസിക് പരിശോധന പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ജെയ്സി കൊല്ലപ്പെടാനുണ്ടായ സാഹചര്യം പോലീസുകാർ അന്വേഷിച്ചു തുടങ്ങി. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ബിസിനസ് നടത്തുന്നത് കൊണ്ട് തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും തർക്കമാണോ ജെയ്സിയുടെ മരണത്തിന് പിന്നിലെന്നായിരുന്നു പോലീസിന്റെ ആദ്യഘട്ടത്തിലെ സംശയം. അതിനൊരു ഉത്തരം കിട്ടുന്നതിന് വേണ്ടി ജെയ്സി നടത്തിയിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എവിടെയൊക്കെയാണെന്നും ആരൊക്കെയായിട്ടാണ് ജെയ്സി ബിസിനസ് നടത്തിയിട്ടുള്ളതെന്നുമൊക്കെ പോലീസ് സംഘം ഒരു അന്വേഷണം നടത്തി. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ആ സ്ത്രീയെ വിളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് 2 ഫോണുണ്ട്. അവരുടെ മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ ഉന്നത ഉദ്യോഗസ്ഥർ സൈബർ സെല്ലിന് നിർദ്ദേശം നൽകി. അവരുടെ കോൾ ഡാറ്റ ഹിസ്റ്ററി കണ്ട പോലീസ് സംഘം ഇതിനിടയിൽ ബാങ്കിൽ നിന്നും അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ശേഖരിച്ചു. ധാരാളം പണം അവരുടെ അക്കൗണ്ടിലേക്ക് വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. ആ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെയൊക്കെ ജെയ്സി കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ തിരികെയും വിളിച്ചിട്ടുണ്ട്. ജെയ്സിയുടെ കയ്യിൽ പണമുണ്ട്. അതറിയാവുന്ന ഏതോ വ്യക്തികൾ നടത്തിയ കൊലപാതകമായിരിക്കാം ഇതെന്ന് പോലീസ് വിലയിരുത്തി. അങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർ ഉറപ്പായും CCTVയിൽ പതിയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് സംഘം വീണ്ടും CCTV വിഷ്വൽസ് കേന്ദ്രീകരിച്ച് ഒരു പരിശോധന കൂടി നടത്താൻ തീരുമാനിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ആ ഫ്ളാറ്റിലേക്ക് വരികയും പോവുകയും ചെയ്ത ആളുകളെയൊക്കെ പോലീസ് സംഘം ലിസ്റ്റ് ഔട്ട് ചെയ്യുകയും അവരെയൊക്കെ കണ്ടെത്തി ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തു. ഇതേസമയം തന്നെ ഫോറൻസിക് സംഘം സംഭവം നടന്ന ഫ്ളാറ്റിനുള്ളിലെ ഓരോ വസ്തുക്കളും പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫ്ളാറ്റിനുള്ളിൽ അലമാരകളും മേശവലിപ്പുകളും ഒക്കെ തുറന്നു കിടപ്പുണ്ട്. ഒരുപക്ഷെ മോഷണ ശ്രമത്തിനിടയിൽ നടന്ന കൊലപാതകമായിരിക്കുമോ എന്നും പോലീസിന് സംശയം തോന്നി. അങ്ങനെ ഒരു സംശയം പോലീസിനുണ്ടായ സമയത്ത് തന്നെ സമീപത്തെ ഫ്ളാറ്റിലുള്ള ആളുകളൊക്കെ ചില കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു. ജെയ്സിയുടെ കയ്യിൽ നിറയെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വളകളൊന്നും തന്നെ കാണാനില്ല. അതിനു പുറമെ ജെയ്സിയുടെ കൈവശമുണ്ടായിരുന്ന 2 മൊബൈൽ ഫോണുകളും കാണാനില്ല. പ്രതികൾ ആരാണെങ്കിലും അവർ CCTVയിൽ പതിഞ്ഞു കാണുമെന്ന് കരുതി പോലീസ് സംഘം വിശദമായ തിരച്ചിൽ നടത്തിയെങ്കിൽ പോലും CCTV വിഷ്വൽസിൽ നിന്നും പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിലും ആ ഫ്ളാറ്റിലേക്ക് വന്നിട്ടുള്ള ആളുകളെയും പോയിട്ടുള്ള ആളുകളെയും ഒക്കെ പോലീസ് സംഘം കണ്ടെത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ അവർക്കാർക്കും ആ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല എന്ന തരത്തിലായിരുന്നു മറുപടികൾ. ജെയ്സിയെ കൊലപ്പെടുത്തി അവരുടെ ആഭരണങ്ങളും മൊബൈൽ ഫോണും മോഷ്ടിച്ചു കൊണ്ടുപോയ വ്യക്തിയുടെ ചിത്രങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടില്ല. അതിൽ പോലീസിന് സംശയം തോന്നി. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരിയായ ജെയ്സി എബ്രഹാം അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്ത നാടാകെ പരന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ജെയ്സിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പോലീസ് അന്വേഷണം കൂടുതൽ വിപുലമാക്കി. പോലീസ് കൂടുതലായും കേന്ദ്രീകരിക്കുന്നത് ജെയ്സിയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെയും ബാങ്ക് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെയുമാണ്.
അത്തരത്തിലുള്ള ആളുകളുടെ വലിയൊരു ലിസ്റ്റ് തന്നെ പോലീസ് സംഘം തയ്യാറാക്കി. അത് മാത്രവുമല്ല, അവരെ ഓരോരുത്തരെയായി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു. ജെയ്സിക്ക് നിരവധി ആളുകളുമായി ബന്ധമുണ്ട്. അവരെയെല്ലാം ചോദ്യം ചെയ്യുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. അങ്ങനെ ഓരോ വ്യക്തികളെയും പോലീസ് സംഘം ചോദ്യം ചെയ്യുന്നതിനിടയിൽ ജെയ്സിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് നിരവധി ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി പോലീസ് അറിഞ്ഞു. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് സ്ഥലം വിൽക്കാനും വാങ്ങാനും ഒക്കെ ആഗ്രഹിക്കുന്ന നിരവധി ആളുകൾ ജെയ്സിയുടെ ഫ്ളാറ്റിലേക്ക് വരുന്നത് സ്വാഭാവികമാണ്. ഫ്ളാറ്റിലുള്ള ആളുകളെയൊക്കെ ചോദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഫ്ളാറ്റിന് സമീപത്തുള്ള വീടുകൾ കേന്ദ്രീകരിച്ചും പോലീസ് സംഘം ഒരു അന്വേഷണം നടത്തി. അങ്ങനെ അന്വേഷണം നടത്തിയപ്പോഴായിരുന്നു ആ ഫ്ളാറ്റിന് നേരെ എതിർവശത്തുള്ള ഒരു വീട് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ വീട്ടിലും CCTV ഉണ്ടെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. അങ്ങനെ പോലീസ് സംഘം ആ വീട്ടിലെ CCTV വിഷ്വൽസ് വിശദമായി പരിശോധിക്കുന്നതിനിടയിലായിരുന്നു ജെയ്സിയുടെ മൃതദേഹം പോലീസ് സംഘം കാണുന്നതിന്റെ തൊട്ട് തലേ ദിവസം ഹെൽമറ്റ് ധാരിയായ ഒരു വ്യക്തി ആ ഫ്ളാറ്റിന്റെ സമീപത്തുകൂടി നടന്നു പോകുന്ന ഒരു കാഴ്ച പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്നാൽ ഫ്ളാറ്റിലെ CCTV വിഷ്വൽസ് മുഴുവൻ പരിശോധിച്ചെങ്കിലും അങ്ങനെയൊരു വ്യക്തി അതുവഴി നടന്നു പോകുന്ന കാഴ്ച പോലീസ് സംഘം കണ്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഫ്ളാറ്റിന് എതിർവശത്തുള്ള വീട്ടിലെ CCTV വിഷ്വൽസ് ധരിച്ചപ്പോൾ അങ്ങനെയൊരു വ്യക്തി നടന്നു പോകുന്ന കാഴ്ച പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. അതിൽ പോലീസിന് ഒരു സംശയം തോന്നി. മൃതദേഹം കാണുന്നതിന് തൊട്ട് തലേ ദിവസം രാവിലെ 10:30 ആ വ്യക്തി ഫ്ളാറ്റിലേക്ക് ഹെൽമറ്റ് ധരിച്ച് കയറിപ്പോയിട്ടുണ്ട്. പിന്നീട് CCTV വിഷ്വൽസിലൊന്നും ആ വ്യക്തിയെ കാണാനില്ല. വൈകുന്നേരം 3:30 മറ്റൊരു വ്യക്തി ആ ഫ്ളാറ്റിൽ നിന്നും ഹെൽമറ്റ് ധരിച്ച് ഇറങ്ങി വരുന്നതും കാണാം. അത് രണ്ടും ഒരു വ്യക്തി തന്നെയാണോ എന്ന് പോലീസ് സംഘം വിശദമായി ഒന്ന് പരിശോധിച്ചു. രണ്ട് വ്യക്തികളും ധരിച്ചിരിക്കുന്നത് ഒരേ ഹെൽമറ്റും ചെരുപ്പും പാൻസും ഒക്കെയാണ്. എന്നാൽ ധരിച്ചിരിക്കുന്ന ഷർട്ടുകൾ മാത്രം വ്യത്യസ്തമാണ്. മുഖം മറച്ച് ആ അപ്പാർട്ട്മെന്റിലേക്ക് കയറിപ്പോയ വ്യക്തി 3:30 തിരികെ എത്തിയിരിക്കുകയാണ്. മുഖം മറച്ചിരിക്കുന്ന ആ വ്യക്തി ഏത് ഫ്ളാറ്റിലേക്കായിരിക്കാം കടന്നു പോവുകയും ഇറങ്ങി വരികയും ഒക്കെ ചെയ്തിരിക്കുന്നതെന്ന് പോലീസിന് സംശയം തോന്നി. ആ വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കുന്നതിനായി ആ ഫ്ളാറ്റിൽ താമസിക്കുന്ന ഓരോ വ്യക്തികളെയും പോലീസ് സംഘം ആ CCTV ഫുട്ടേജ് കാണിച്ചു കൊടുത്തു. ഹെൽമറ്റ് ധാരിയായ ആ വ്യക്തിയെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നറിയുന്നതിനാണ് പോലീസ് സംഘം അങ്ങനെ ചെയ്തത്. അന്നേ ദിവസം ആ വ്യക്തികളുടെ ആരുടെയും ഫ്ളാറ്റിൽ അങ്ങനെ ഒരു വ്യക്തി വന്നിട്ടില്ല എന്നായിരുന്നു എല്ലാവരും ഒരേ സ്വരത്തിൽ പോലീസിനോട് പറഞ്ഞത്. ഒരു ഫ്ളാറ്റിലും ആ വ്യക്തി ചെന്നിട്ടില്ല. ആ അപ്പാർട്ട്മെന്റിൽ ഇനി ബാലൻസ് ഉള്ളത് മരണപ്പെട്ട ജെയ്സി എബ്രഹാമിന്റെ ഫ്ളാറ്റ് മാത്രമാണ്. അങ്ങനെയെങ്കിൽ ആ വ്യക്തി ജെയ്സിയുടെ ഫ്ളാറ്റിലേക്ക് തന്നെയായിരിക്കാം പോയിരിക്കുന്നതെന്ന് പോലീസ് ഉറപ്പിച്ചു. പോലീസ് സംഘം അവരുടെ അന്വേഷണവുമായി മുൻപോട്ട് പോകുന്നതിനിടയിലായിരുന്നു ജെയ്സിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത്. ജെയ്സി മരണപ്പെടുന്നതിന് മുൻപ് നന്നായി മദ്യപിച്ചിരുന്നു. അവരുടെ തലയിൽ മൂർച്ചയില്ലാത്ത ഏതോ വസ്തു ഉപയോഗിച്ച് അതിശക്തമായി അടിച്ചടിച്ചാണ് അവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ആ സ്ത്രീയുടെ തലയിൽ 14 മുറിവുകളാണുള്ളത്. ആ സ്ത്രീ മരണപ്പെട്ടു എന്ന് ഉറപ്പാകുന്നത് വരെ അവരെ കൊലപ്പെടുത്തിയ വ്യക്തി അവരുടെ തലയിൽ അതിശക്തമായി ഇടിച്ചിട്ടുണ്ട്. അവരുടെ കൊലപാതകം നടന്നിരിക്കുന്നത് ഉച്ചയ്ക്ക് ഏകദേശം 12 മണിക്കും 1 മണിക്കും ഇടയിലാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അത് പോലീസ് സംഘത്തിന് തീർത്തും ആശ്വാസകരമായ ഒരു കാര്യമായിരുന്നു. കാരണം നേരത്തെ CCTV വിഷ്വൽസ് പരിശോധിച്ചപ്പോൾ ഹെൽമറ്റ് ധാരിയായ വ്യക്തി രാവിലെ ഏകദേശം 10:30 ആ ഫ്ളാറ്റിലേക്ക് കടന്നു കയറിയിരിക്കുന്നത്. അയാൾ പിന്നീട് തിരികെ മടങ്ങിയിരിക്കുന്നത് വൈകുന്നേരം ഏകദേശം 3:30 ആ വ്യക്തി അപ്പാർട്ട്മെന്റിനകത്തുള്ള സമയത്താണ് ജെയ്സി എബ്രഹാം കൊല്ലപ്പെട്ടിരിക്കുന്നത്. CCTV വിഷ്വൽസിൽ കാണുന്ന വ്യക്തിയെ തങ്ങൾക്കറിയില്ല എന്ന് ആദ്യഘട്ടത്തിൽ ഫ്ളാറ്റിലുള്ള ആളുകൾ പറഞ്ഞെങ്കിലും ആ ഫ്ളാറ്റിലുള്ള ഓരോ വ്യക്തികളെയും പോലീസ് സംഘം കണ്ടെത്തി അവരോടൊക്കെ ആ വ്യക്തിയെ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം തിരക്കി തുടങ്ങി. ആ സമയത്തായിരുന്നു ജെയ്സിയുടെ ഫ്ളാറ്റിന്റെ എതിർവശത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ആ വ്യക്തിയെ തിരിച്ചറിഞ്ഞത്. അത് ജെയ്സി നേരത്തെ ജീവനോടെയുള്ള സമയത്ത് അവരുടെ ഫ്ളാറ്റിലേക്ക് സ്ഥിരമായി വരാറുണ്ടായിരുന്ന ഗിരീഷ് എന്നൊരു വ്യക്തിയാണെന്നാണ് തനിക്ക് തോന്നുന്നതെന്ന് ആ സ്ത്രീ പോലീസുകാരോട് പറഞ്ഞു. ആ സ്ത്രീ അങ്ങനെ പറഞ്ഞപ്പോൾ മറ്റുള്ള ആളുകൾക്കും അത് ഗിരീഷ് ആണോ എന്ന് സംശയം തോന്നി. ഗിരീഷ് എന്നൊരു വ്യക്തി ജെയ്സിയുടെ ഫ്ളാറ്റിൽ സ്ഥിരമായി വരാറുള്ള ആൾ തന്നെയാണെന്ന് മറ്റുള്ള ആളുകളും പോലീസിനോട് പറഞ്ഞു. ആരാണ് ഗിരീഷ് എന്നുള്ള ചോദ്യം പോലീസുകാരുടെ ഇടയിൽ ഉയർന്നു. അതിനുള്ള ഉത്തരം നൽകിയതും CCTV വിഷ്വൽസ് തന്നെയാണ്. നേരത്തെ പലതവണ ഗിരീഷ് ആ ഫ്ളാറ്റിൽ എത്തിയിട്ടുണ്ട്. അന്നൊന്നും അയാളുടെ തലയിൽ ഹെൽമറ്റും ഉണ്ടായിരുന്നില്ല. അന്നത്തെ വിഷ്വൽസ് ഒക്കെ പോലീസ് സംഘം കളക്ട് ചെയ്തു. അങ്ങനെ ഗിരീഷിന്റെ മുഖം വ്യക്തമായി പോലീസിന് CCTV വിഷ്വൽസിൽ നിന്ന് തന്നെ കിട്ടി. ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഗിരീഷ് എന്നുള്ള കാര്യം പോലീസ് സംഘം അതിവേഗം തന്നെ കണ്ടെത്തി. ഗിരീഷിന്റെ മറ്റുള്ള വിഷ്വൽസ് വിശദമായി പരിശോധിച്ചപ്പോൾ ഹെൽമറ്റ് ധരിച്ചിരിക്കുന്നതും ഗിരീഷ് തന്നെയാണെന്ന് വ്യക്തമായി. ജെയ്സിയുടെ ഫ്ളാറ്റിലെത്തിയ ശേഷം വേറെ ഷർട്ട് ധരിച്ചാണ് അയാൾ തിരികെ പോയിട്ടുള്ളത്. ഗിരീഷിന്റെ നമ്പർ സംഘടിപ്പിച്ച പോലീസ് സംഘം അയാളോട് സ്റ്റേഷനിൽ വരാൻ ആവശ്യപ്പെട്ടു. നേരത്തെ ജെയ്സിയുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ആളുകളെയൊക്കെ ചോദ്യം ചെയ്ത കൂട്ടത്തിൽ ഗിരീഷും ഉണ്ടായിരുന്നു. ജെയ്സിയുടെ കോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളെന്ന നിലയിൽ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിക്കുമ്പോൾ തന്നെ ഹാജരാകണമെന്ന് നേരത്തെ തന്നെ പോലീസ് സംഘം ഗിരീഷിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് വിളിച്ചപ്പോൾ തന്നെ ഗിരീഷ് സ്റ്റേഷനിലേക്ക് എത്തി. മരണപ്പെട്ട ജെയ്സി എബ്രഹാമിനെ ഗിരീഷ് അവസാനമായി എന്നാണ് കണ്ടതെന്നുള്ളതായിരുന്നു പോലീസിന്റെ ആദ്യത്തെ ചോദ്യം. ജെയ്സി മരണപ്പെടുന്നതിന് ഒരാഴ്ച മുൻപാണ് താൻ അവിടെ പോയതെന്നും അന്ന് ജെയ്സിയെ കണ്ട് സംസാരിച്ചിരുന്നു എന്നും ഗിരീഷ് പോലീസിന് മൊഴി നൽകി. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ താൻ ജെയ്സിയുടെ ഫ്ളാറ്റിലേക്ക് പോയിട്ടില്ല എന്നുകൂടി അയാൾ പോലീസിനോട് ആവർത്തിച്ച് പറഞ്ഞു. ഈ സമയത്തായിരുന്നു ജെയ്സി താമസിച്ചിരുന്ന ഫ്ളാറ്റിന് എതിർവശത്തുള്ള വീട്ടിൽ നിന്നും പോലീസ് സംഘം കളക്ട് ചെയ്ത ഹെൽമറ്റ് ധാരിയായ ചെറുപ്പക്കാരന്റെ CCTV വിഷ്വൽസ് ഒക്കെ പോലീസ് സംഘം ഗിരീഷിന് കാണിച്ചു കൊടുത്തത്.
ആ CCTV വിഷ്വൽസിൽ കാണുന്ന ചെറുപ്പക്കാരൻ ധരിച്ചിരിക്കുന്ന ഷർട്ട് ഇപ്പോഴും ഗിരീഷിന്റെ കയ്യിൽ തന്നെ ഉണ്ടോ എന്ന് അപ്രതീക്ഷിതമായിരുന്നു SI ഗിരീഷിനോട് ചോദിച്ചത്. ആ ഷർട്ട് തന്റെ കയ്യിലില്ല എന്നും അത് താനല്ല എന്നും ഗിരീഷ് പോലീസിനോട് ആവർത്തിച്ചു. സംഭവം നടന്ന ദിവസം 3:30 മണിയോടുകൂടി ഫ്ളാറ്റിൽ നിന്നും ഹെൽമറ്റുധാരിയായ അതേ ചെറുപ്പക്കാരൻ മറ്റൊരു ഷർട്ടുമിട്ടുകൊണ്ട് തിരിച്ചു വരുന്ന വിഷ്വൽസും ഗിരീഷിനെ പോലീസുകാർ കാണിച്ചു കൊടുത്തു. ആ ഷർട്ടെങ്കിലും ഗിരീഷിന്റെ കയ്യിലുണ്ടോ എന്നുള്ളതായിരുന്നു SI ചോദിച്ചത്. എന്നാൽ ആ ഷർട്ടൊന്നും തന്റെയല്ല എന്നും അത് താനല്ല എന്നും ഗിരീഷ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഈ സമയത്തായിരുന്നു നേരത്തെ ഗിരീഷ് ജെയ്സിയുടെ ഫ്ളാറ്റിലേക്ക് എത്തിയിട്ടുള്ള CCTV വിഷ്വൽസ് കൂടി പോലീസ് സംഘം ഗിരീഷിന് കാണിച്ചു കൊടുത്തത്. എന്നാൽ ആ CCTV വിഷ്വൽസ് കണ്ട ഗിരീഷ് ആകെ വിളറി വെളുത്തു. കാരണം ആ CCTV വിഷ്വൽസിൽ ഗിരീഷ് ധരിച്ചിരിക്കുന്ന അതേ ഷർട്ട് തന്നെയാണ് ഹെൽമറ്റുധാരിയായ ആ ചെറുപ്പക്കാരനും ധരിച്ചിട്ടുള്ളത്. അത് മാത്രവുമല്ല, രണ്ടുപേരുടെയും ബോഡി ലാംഗ്വേജും നടത്തയും ഒക്കെ ഒരുപോലെ തന്നെയാണ്. ആ വിഷ്വൽസ് കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും അത് രണ്ടും ഒരാൾ തന്നെയാണെന്ന്. ഗിരീഷ് തന്നെയാണ് ജെയ്സിയെ കൊലപ്പെടുത്തി അവരുടെ വളകളും മൊബൈൽ ഫോണും കവർന്നതെന്ന് തങ്ങൾക്ക് മനസ്സിലായി എന്നും കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഗിരീഷ് തങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു എന്നും പോലീസ് ഉദ്യോഗസ്ഥൻ ഗിരീഷിനെ അറിയിച്ചു. താൻ കഴിഞ്ഞ ഒരാഴ്ചയായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ള കാര്യം അപ്പോഴാണ് ഒരു ഞെട്ടലോടുകൂടി ഗിരീഷ് മനസ്സിലാക്കിയത്. പിന്നീട് പോലീസിന്റെ മുൻപിൽ അധികം പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഗിരീഷ് ഒരു കഥ പറഞ്ഞു. ജെയ്സിയും താനും വളരെ കാലങ്ങളായി സുഹൃത്തുക്കളാണെന്നും തങ്ങൾ ഒരുമിച്ചിരുന്ന് മദ്യപിക്കാറുണ്ടെന്നും ഗിരീഷ് പോലീസിനോട് പറഞ്ഞു. ഏതാനും നാളുകൾക്ക് മുൻപ് മൊബൈൽ ആപ്പ് വഴി ഗിരീഷ് 1-2 ലോണുകൾ എടുത്തിരുന്നു. അത് മാത്രവുമല്ല, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചും ധാരാളം പണം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഗിരീഷ് ആകെ പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. മൊബൈൽ ആപ്പ് വഴി എടുത്ത ലോൺ തിരികെ അടയ്ക്കാത്തതിനെ തുടർന്ന് ലോൺ നൽകിയ വ്യക്തികൾ ഗിരീഷിനെ ഭീഷണിപ്പെടുത്തി തുടങ്ങിയെന്നും അയാൾ പോലീസിനോട് പറഞ്ഞു. അങ്ങനെ ലോൺ ആപ്പിൽപ്പെട്ട് ഗിരീഷ് ആകെ വലഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് ജെയ്സിയുടെ വീട്ടിൽ വെച്ച് ഖദീജ എന്നൊരു സ്ത്രീയെ ഗിരീഷ് പരിചയപ്പെട്ടത്. ആ സ്ത്രീയും ഇടയ്ക്കിടയ്ക്ക് ജെയ്സിയെ കാണാൻ അവരുടെ ഫ്ളാറ്റിലേക്ക് എത്താറുണ്ടായിരുന്നു. ജെയ്സിയുടെ വീട്ടിൽ വലിയ വലിയ പണമിടപാടുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. പലപ്പോഴും ആധാരം രജിസ്റ്റർ ചെയ്യാനുള്ള തുക പല ആളുകളും ജെയ്സിയുടെ കയ്യിലാണ് കൊടുക്കാറുള്ളത്. ആധാരമെഴുത്ത് ആവശ്യത്തിലേക്കായി 20 മുതൽ 50 ലക്ഷം രൂപ വരെ പല ആളുകളും ജെയ്സിക്ക് കൈമാറുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും ഗിരീഷ് പോലീസിനോട് പറഞ്ഞു. ഗിരീഷ് തന്റെ എല്ലാ പ്രശ്നങ്ങളും ഖദീജയോട് തുറന്നു പറഞ്ഞിരുന്നു. ഗിരീഷിന്റെ പ്രശ്നങ്ങൾ മാറുന്നതിനുള്ള പണം ജെയ്സിയുടെ വീട്ടിലുണ്ടെന്ന് ഖദീജ തന്നെയാണ് അയാളോട് പറഞ്ഞത്. ജെയ്സിയുടെ വീട്ടിൽ നിന്നും ജെയ്സി അറിയാതെയും അറിഞ്ഞുകൊണ്ട് പണമെടുത്താലും ആ അന്വേഷണമൊക്കെ ഗിരീഷിന്റെയും ഖദീജയുടെയും നേർക്കുവരും. അതുകൊണ്ട് തന്നെ ജെയ്സി അറിയാതെ അവരുടെ ഫ്ളാറ്റിലെ പണം ഏത് വിധേനയും കൈക്കലാക്കാൻ ഗിരീഷും ഖദീജയും തീരുമാനിച്ചു. അതിനായി പണം കൈക്കലാകുന്ന ആ നിമിഷത്തിൽ തന്നെ ജെയ്സിയുടെ അടുത്തെത്തി അവരെ ഇല്ലാതെയാക്കണമെന്നും ഗിരീഷും ഖദീജയും കൂടി പ്ലാൻ ചെയ്തു. എന്നാൽ ഒരു കാരണവശാലും ഗിരീഷും ഖദീജയുമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പുറം ലോകം അറിയാനും പാടില്ല. അതിന് പറ്റിയൊരു പ്ലാൻ തന്നെയാണ് ഇരുവരും ചേർന്ന് തയ്യാറാക്കിയത്. ഫ്ളാറ്റിൽ എല്ലായിടത്തും CCTV വിഷ്വൽസ് ഉള്ളതുകൊണ്ട് തന്നെ അതിൽപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഗിരീഷിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ CCTV കവറേജ് ഇല്ലാത്ത ഭാഗത്തു കൂടിയാണ് ഗിരീഷ് ഫ്ളാറ്റിനുള്ളിലേക്ക് കടന്നത്. ഏതെങ്കിലും CCTVയിൽ അബദ്ധവശാൽ പെട്ടാൽ തന്നെ തിരിച്ചറിയാതിരിക്കാനാണ് താൻ ഹെൽമറ്റ് ധരിച്ചിരുന്നതെന്നും അയാൾ പോലീസിന് മൊഴി നൽകി. CCTVയിൽ പെടാതെ എങ്ങനെ ആ ഫ്ളാറ്റിന് സമീപത്തേക്ക് എത്താമെന്ന് 2 മാസത്തെ നിരീക്ഷണമാണ് ഗിരീഷും ഖദീജയും ചേർന്ന് നടത്തിയത്. വലിയൊരു പണമിടപാട് ജെയ്സി നടത്തുന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ജെയ്സിയെ വകവരുത്താൻ അങ്ങനെ ഇരുവരും ചേർന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവർ കാത്തിരുന്ന ദിവസം എത്തിയത്. 80 ലക്ഷം രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ ജെയ്സി നടത്തി. അങ്ങനെ ആ തുക തട്ടിയെടുക്കാൻ തന്നെ ഗിരീഷും ഖദീജയും തീരുമാനിച്ചു. അതിനായി സംഭവം നടന്ന ദിവസം രാവിലെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ തന്റെ അനുജന്റെ ബൈക്കിൽ ഗിരീഷ് കുറെ ദൂരം സഞ്ചരിച്ചു. ആ ബൈക്ക് ഒരു സ്ഥലത്തെത്തി അവിടെ പാർക്ക് ചെയ്ത ശേഷം അവിടെ നിന്നും ഓട്ടോയിൽ കയറി കളമശ്ശേരി ഭാഗത്തുകൂടി വെറുതെ കുറെ ദൂരം സഞ്ചരിച്ചു. ആ ഓട്ടോയിലെ യാത്ര മതിയാക്കി കളമശ്ശേരിയിൽ ഇറങ്ങിയ ഗിരീഷ് അവിടെ നിന്നും മറ്റൊരു ഓട്ടോയിൽ ജെയ്സി താമസിക്കുന്ന കൂനന്തൈ ഭാഗത്തുള്ള ഫ്ളാറ്റിന് സമീപത്തേക്ക് എത്തി. ആ ഫ്ളാറ്റിൽ നിന്നും അല്പം ദൂരെ ഒരു സ്ഥലത്താണ് ഗിരീഷ് ഓട്ടോയിൽ ഇറങ്ങിയത്. അവിടെ നിന്നും തലയിൽ ഹെൽമറ്റ് വെച്ചുകൊണ്ടാണ് പിന്നീട് ജെയ്സിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് ഗിരീഷ് എത്തിയത്. CCTVകൾ ഇല്ലാത്ത ഭാഗത്തുകൂടി ഗിരീഷ് അപ്പാർട്ട്മെന്റിനുള്ളിലേക്ക് കയറി. ആ സമയത്ത് തലയിൽ ഹെൽമറ്റും ധരിച്ചിട്ടുണ്ടായിരുന്നു. ജെയ്സിയുടെ ഫ്ളാറ്റിലെത്തി കോളിംഗ് ബെൽ അടിച്ചപ്പോൾ തന്നെ ജെയ്സി വാതിൽ തുറന്നു. ഗിരീഷിനെ കണ്ടപ്പോൾ ജെയ്സിക്ക് സന്തോഷമായി. അവരിരുവരും ചേർന്ന് ഒരുപാട് സമയം മദ്യപിച്ചു. ഏകദേശം 12 മണിയോടുകൂടി തനിക്ക് നല്ല ക്ഷീണമുണ്ടെന്നും ഒന്ന് ഉറങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് ജെയ്സി കട്ടിലേക്ക് കിടന്നു. ഗിരീഷിനെ പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ജെയ്സി ഗിരീഷ് ആ ഫ്ളാറ്റിൽ ഉള്ളപ്പോൾ തന്നെ അവരുടെ ബെഡ്റൂമിലേക്ക് കയറി അവിടെ കിടക്കുകയും ചെയ്തു. അവർ തന്റെ കട്ടിലിൽ കിടന്ന് നല്ല ഉറക്കമായി എന്ന് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഗിരീഷിന് വ്യക്തമായി. ഗിരീഷ് പതുക്കെ പ്ലാൻ അനുസരിച്ച് തന്റെ ബാഗിൽ കരുതിയിരുന്ന ഡംബൽ പുറത്തെടുത്തു. ഡംബലുമായി ജെയ്സി കിടന്നുറങ്ങുന്ന ബെഡിന്റെ സമീപത്തേക്ക് ഗിരീഷ് എത്തി. അധികമൊന്നും ചിന്തിച്ചു നിൽക്കാതെ തന്നെ ഗിരീഷ് തന്റെ കൈവശമുണ്ടായിരുന്ന ഡംബൽ ഉപയോഗിച്ച് ജെയ്സിയുടെ തലയിലേക്ക് ആഞ്ഞിടിച്ചു. ജെയ്സി നിലവിളിച്ച് കരയാൻ വാ തുറന്നതുമല്ല, സമീപത്തുണ്ടായിരുന്ന തലയണ ഉപയോഗിച്ച് ഗിരീഷ് അവരുടെ വാ പൊത്തിപ്പിടിച്ചു. ജെയ്സിയുടെ മരണം സംഭവിക്കുന്നതുവരെ ആ ഡംബൽ ഉപയോഗിച്ച് ജെയ്സിയുടെ തലയിലേക്ക് താൻ ആഞ്ഞിടിച്ചു എന്നും ഗിരീഷ് വ്യക്തമാക്കി. പിന്നീട് പോലീസിന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ജെയ്സിയുടെ മൃതദേഹം ആ ബെഡിൽ നിന്നും വലിച്ചിഴച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി ഇരുത്തിയതെന്നും അയാൾ പോലീസിനോട് പറഞ്ഞു. ബാത്റൂമിൽ ജെയ്സി തലയടിച്ച് വീണ് മരണപ്പെട്ടതാണെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അവരെ ബാത്റൂമിൽ കൊണ്ടുപോയി കിടത്തിയതെന്നും അയാൾ പോലീസിനോട് പറഞ്ഞു.
തറയിലുണ്ടായിരുന്ന രക്തക്കറയൊക്കെ അയാൾ തന്നെ തുടച്ച് നീക്കം ചെയ്തു. ഡമ്പല് കൊണ്ടുള്ള അതിശക്തമായ അടിയേറ്റ് ജെയ്സിയുടെ തലയിൽ നിന്നും രക്തം ചിതറിത്തെറിച്ചിരുന്നു. ഗിരീഷിന്റെ ഷർട്ടിലാകെ രക്തം പറ്റിപ്പിടിച്ചിരുന്നു. രക്തം പുരണ്ട ഷർട്ട് ഗിരീഷ് അവിടെ വെച്ച് തന്നെ മാറി കയ്യിൽ കരുതിയിരുന്ന മറ്റൊരു ഷർട്ടും ഇട്ടുകൊണ്ടാണ് പിന്നീട് ഫ്ളാറ്റിൽ നിന്നും പുറത്തിറങ്ങിയത്. ഫ്ളാറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ ജെയ്സിയുടെ കൈകളിൽ ഉണ്ടായിരുന്ന വളകളും മൊബൈൽ ഫോണും ഗിരീഷ് തന്റെ ബാഗിനുള്ളിലേക്ക് മാറ്റിവെച്ചിരുന്നു. തുടർന്ന് അലമാരയിലും മേശവലിപ്പുകളിലും പരിശോധന നടത്തിയെങ്കിലും പണമൊന്നും തന്നെ കണ്ടെത്താൻ ഗിരീഷിന് കഴിഞ്ഞില്ല. കൂടുതൽ സമയം അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ ഗിരീഷ് അതിവേഗം തന്നെ ഫ്ളാറ്റിൽ നിന്ന് പുറത്തിറങ്ങി. ഫ്ളാറ്റിൽ നിന്ന് പുറത്തിറങ്ങിയ ഗിരീഷ് CCTV-കളുടെ ഒന്നും മുൻപിൽ പെടാതെ തന്നെ അവിടെ നിന്നും പുറത്തു കടന്നു. അവിടെ നിന്ന് അല്പദൂരം നടന്നു തന്നെയാണ് പോയത്. പിന്നീട് 1-2 ഓട്ടോ മാറിക്കയറിയ ശേഷമായിരുന്നു ബൈക്കിരിക്കുന്ന ഭാഗത്ത് ഗിരീഷ് എത്തിയത്. എന്നാൽ ജെയ്സിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്ന സമയത്തൊക്കെ താൻ രഹസ്യമായി ആ ഫ്ളാറ്റിന് സമീപത്തെത്തി അന്വേഷണം എവിടെ വരെ എത്തിയെന്നുള്ള കാര്യം അന്വേഷിക്കാറുണ്ടായിരുന്നുവെന്നും അയാൾ പോലീസിനോട് പറഞ്ഞു. എന്നാൽ എതിർവശത്തെ വീട്ടിലെ CCTV വിഷ്വലിൽ താൻ പെടുമെന്നുള്ള കാര്യം താൻ ഓർത്തിരുന്നില്ല എന്നുകൂടി അയാൾ പോലീസിനെ അറിയിച്ചു. ഗിരീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്ലാനുകളുടെയെല്ലാം സൂത്രധാരയായ ഖദീജയും പോലീസ് സംഘം അതിവേഗം തന്നെ കണ്ടെത്തി. രണ്ടുപേരെയും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. റിമാൻഡിലായ പ്രതികളെ കസ്റ്റഡി അപേക്ഷ നൽകി പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുകയും തെളിവെടുപ്പിനായി ആ ഫ്ളാറ്റിലെത്തിക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ട ജെയ്സിക്കൊപ്പം ഫ്ളാറ്റിലുള്ള മറ്റുള്ള താമസക്കാർ ഖദീജയെ മിക്കവാറും കാണാറുണ്ട്. ജെയ്സിയുടെ കൊലപാതകത്തിനും പിന്നിലുള്ള മുഖ്യ സൂത്രധാര ഖദീജയാണെന്നുള്ള കാര്യം ഒരു ഞെട്ടലോടുകൂടിയാണ് ഫ്ളാറ്റിലുള്ള മറ്റുള്ള ആളുകൾ നോക്കിക്കണ്ടത്. ഫ്ളാറ്റിലെത്തിച്ച പ്രതികളെയും കൊണ്ട് പോലീസ് സംഘം തെളിവെടുപ്പ് പൂർത്തിയാക്കി. എങ്ങനെയാണ് കൊലപാതകം നടത്തിയതെന്ന് ഗിരീഷ് പോലീസിന് മുൻപാകെ കാണിച്ചു കൊടുത്തു. പ്രതികളുമായി പോലീസ് സംഘം പിന്നീട് പോയത് സമീപത്തുള്ള ഒരു പാറക്കുളത്തിന് സമീപത്തേക്കാണ്. ആ പാറക്കുളത്തിലേക്കാണ് ജെയ്സിയുടെ മൊബൈൽ ഫോണുകൾ ഗിരീഷ് വലിച്ചെറിഞ്ഞതെന്ന് അയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. സ്കൂബ ഡൈവേഴ്സിനെ എത്തിച്ച് പോലീസ് സംഘം പാറക്കുളത്തിൽ തിരച്ചിൽ നടത്തി. 3-4 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ ജെയ്സിയുടെ മൊബൈൽ ഫോണുകൾ പാറക്കുളത്തിൽ നിന്ന് തന്നെ കണ്ടെത്തി. അവിടെ നിന്ന് പോലീസ് സംഘം അടിമാലിയിലേക്കാണ് പ്രതികളെയും കൊണ്ടുപോയത്. അവിടെയുള്ള ഒരു സ്വർണ്ണപ്പണയ സ്ഥാപനത്തിലാണ് ഗിരീഷ് ജെയ്സിയുടെ ആഭരണങ്ങൾ പണയം വെച്ചത്. ആ സ്ഥാപനത്തിൽ നിന്ന് തന്നെ പണയൂരിപ്പടി പോലീസ് സംഘം കണ്ടെടുത്തു. അതിനുശേഷം തൊട്ടടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ ഗിരീഷ് വലിച്ചെറിഞ്ഞ ഡമ്പലും പോലീസ് സംഘം കണ്ടെത്തി. ആ ഡമ്പലിൽ അപ്പോഴും രക്തം പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് പോലീസിന് ശരിക്കും നിർണായകമായൊരു തെളിവായി മാറി. ഡമ്പലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തം DNA പരിശോധനയിൽ ജെയ്സിയുടേത് തന്നെയെന്ന് തെളിഞ്ഞു. എല്ലാ തെളിവുകളോടും കൂടി പോലീസ് സംഘം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. വിചാരണ ഉടൻ തുടങ്ങുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ പ്രതികൾക്ക് കിട്ടുന്ന ശിക്ഷ എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ കഴിയും.